ഹലോ എവരിവൺ, എല്ലാവർക്കും സ്പോക്കൺ ഹിന്ദിയുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഒരാളെ ആദ്യമായിട്ട് കണ്ടുമുട്ടുമ്പോൾ എങ്ങനെയാണ് ഗ്രീറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാം. നമ്മൾ ഹലോ എന്ന് പറയുന്നതിന് നമ്മൾ ഹലോ ഹായ് എന്നൊക്കെ പറയില്ലേ, അതിന് ഹിന്ദിയിൽ നമസ്തേ എന്നാണ് പറയുന്നത്. നമസ്തേ. നമസ്കാർ എന്നും പറയാം. ഇത് ഫോർമൽ വേ ആണ്. നമസ്കാർ ഫോർമൽ വേ ഓഫ് സേയിങ് ഹലോ ആണ്. പിന്നെ ഗുഡ് മോർണിംഗ് എന്നുള്ളതിന് സുപ്രഭാത് എന്നാണ് പറയുക. സുപ്രഭാത്. ഗുഡ് ആഫ്റ്റർനൂൺ എന്നുള്ളതിന് ശുഭ് ദോപഹർ എന്നാണ് പറയുക. ശുഭ് ദോപഹർ. ഗുഡ് ഈവനിങ് എന്നുള്ളതിന് ശുഭ് സന്ധ്യ. ശുഭ് സന്ധ്യ. ഗുഡ് നൈറ്റ് എന്നുള്ളതിന് ശുഭ് രാത്രി എന്നാണ് പറയുക. അപ്പോൾ ഗുഡ് മോർണിംഗ് എന്നുള്ളതിന് സുപ്രഭാത്, ഗുഡ് ആഫ്റ്റർനൂൺ, ശുഭ് ദോപഹർ, ഗുഡ് ഈവനിങ് എന്നുള്ളതിന് ശുഭ് സന്ധ്യ, ഗുഡ് നൈറ്റ്, ശുഭരാത്രി. പിന്നെ നോർത്ത് സൈഡിലൊക്കെ ചിലയിടങ്ങളിൽ ഒരാളെ കാണുമ്പോൾ രാം രാംജി എന്ന് പറയുന്നത് കേൾക്കാം. രാം രാംജി. തിരിച്ചും അവർ അങ്ങനെ തന്നെ പറയും, രാം രാംജി എന്ന്. ചിലയിടങ്ങളിൽ ജയ് ശ്രീറാം എന്ന് പറയുന്നത് കേൾക്കാം. ജയ് ശ്രീറാം. തിരിച്ചും അങ്ങനെ തന്നെ പറയും. ചിലയിടങ്ങളിൽ രാധേ രാധേ എന്ന് പറയുന്നതും കേൾക്കാം. അപ്പോൾ തിരിച്ചും അങ്ങനെ തന്നെ പറയും. അതേപോലെ മുസ്ലിംസാണ്. രണ്ട് മുസ്ലിംസ് തമ്മിലാണ് കണ്ടുമുട്ടുന്നതെങ്കിൽ അവർ അസ്സലാമു അലൈക്കും പറയും. തിരിച്ച് വലൈക്കും അസ്സലാം എന്ന് പറയും. അസ്സലാമു അലൈക്കും, വലൈക്കും അസ്സലാം. പിന്നെ സിഖുകാർ ഒരാളെ ആദ്യമായിട്ട് കണ്ടുമുട്ടുമ്പോൾ സത് ശ്രീ അകാൽ എന്നാണ് പറയുക. സത് ശ്രീ അകാൽ. ജി എന്നും ചേർക്കും. ജി എന്ന് ചേർക്കുന്നത് റെസ്പെക്റ്റിന് വേണ്ടിയിട്ടാണ്. സത് ശ്രീ അകാൽ ജി എന്ന് പറയും. അപ്പോൾ തിരിച്ചും അങ്ങനെ തന്നെ പറയും. അപ്പോൾ ഈ നമസ്തേ എന്ന് പറയുമ്പോഴും നമസ്തേ ജി എന്നും പറയാം. ഒരു റെസ്പെക്റ്റിന് വേണ്ടിയിട്ട് അങ്ങനെ പറയാം. അപ്പോൾ സിഖുകാർ സത് ശ്രീ അകാൽ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ അർത്ഥം ഗോഡ് ഈസ് ട്രൂത്ത് എന്നാണ്. താങ്ക് യു. താങ്ക് യു എന്നുള്ളതിന് ഹിന്ദിയിൽ ധന്യവാദ് എന്നാണ് പറയുന്നത്. ധന്യവാദ്. പ്ലീസ്, ദയവായി എന്നുള്ളതിന് കൃപയ എന്ന് പറയാം. കൃപയ. യു ആർ വെൽക്കം എന്നുള്ളതിന് സ്വാഗത് ഹേ എന്ന് പറയാം. സ്വാഗത് ഹേ. സി യു അഗെയിൻ, വീണ്ടും കാണാം എന്നുള്ളതിന് ഫിർ മിലേംഗെ എന്ന് പറയാം. ഫിർ മിലേംഗെ. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്ര മാത്രം. അടുത്ത ഓരോരോ ക്ലാസ്സുകളിലായിട്ട് ഓരോരോ സിറ്റുവേഷനിൽ എങ്ങനെയൊക്കെയാണ് ഹിന്ദിയിൽ സംസാരിക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.